ഹായ് ഓൾ, ഐ എം ജോസഫ്. ഒരിക്കൽ കൂടി സിസി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നിർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സിനും അവർ അസറ്റുകളെല്ലാം ഒരു അസറ്റിൽ തന്നെ നിക്ഷേപങ്ങളെല്ലാം നിക്ഷേപിക്കുകയും അതുമൂലം പല നഷ്ടങ്ങളും സംഭവിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതിന് ചില പോയിന്റ്സുകൾ നമുക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ ഏവർക്കും സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഗോൾസ് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഷോർട്ട് ടൈമിൽ എന്ന് പറയുമ്പോൾ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ഗോൾസ്. അതിൽ നമുക്ക് യാത്രകളാകാം, അതോടൊപ്പം തന്നെ എമർജൻസി ഫണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് ടൈമിൽ വരുന്നത്. മിഡ് ടൈമിൽ ആണെങ്കിൽ നമുക്കൊരു വാഹനം മേടിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വീടിന്റെ റിനോവേഷന് വേണ്ടിയോ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയോ ഒക്കെ കൺസിഡർ ചെയ്യാം. ലോങ് ടൈമിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു റിട്ടയർമെന്റ് ഫണ്ട് ആകാം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷനോ മാരേജിന് വേണ്ടിയോ അല്ലെങ്കിൽ സമ്പത്ത് നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ നമ്മുടെ ഏതു തരത്തിലുള്ള ഗോളാണ് ആദ്യം അത് സെറ്റ് ചെയ്യാൻ നോക്കുക. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അസറ്റ് ക്ലാസസ് ആണ്. നമുക്കറിയാം പല രീതിയിലുള്ള അസറ്റ് ക്ലാസ്സുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഒരു ബോധവാന്മാരായിരിക്കുക. ഒന്ന് ഇക്വിറ്റിയിലെ നമുക്ക് ഷെയർസിലും അതോടൊപ്പം തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇത് എന്തിനു വേണ്ടി വെച്ചാൽ നമ്മുടെ സമ്പത്ത് വളർത്തുന്നതിന് വേണ്ടി ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കേസ് ഗോൾഡ്. വിലവർദ്ധനയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി നമുക്ക് ഗോൾഡിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡെപ്റ്റ്, അതിലാണെങ്കിൽ നമുക്ക് സ്ഥിരത അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ ക്യാഷ് ആൻഡ് ലിക്വിഡ് ഫണ്ട്സ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ എമർജൻസി ഫണ്ടിന് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ അസറ്റ് അലോക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അസറ്റ് അലോക്കേഷൻ. കാര്യം നമ്മുടെ ഏജ് വെച്ചിട്ട് ചില ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവജന ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസറ്റ് ക്ലാസ്സുകളിൽ എത്ര പെർസെന്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. കാരണം മ്യൂച്വൽ ഫണ്ടിൽ കൺസിഡർ വരുമ്പോൾ ഇക്വിറ്റികളിൽ ഒരു 60-70% ഒരു ഇക്വിറ്റി ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അത് സമ്പത്ത് വളർത്തുന്നതിന് വേണ്ടി ഉപകാരപ്പെടും. അതുപോലെ ഡെപ്റ്റ് ഫണ്ടിലാണെങ്കിൽ 30-40%, അതുകൊണ്ട് ഗോൾഡിൽ 10% എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഒരു യുവ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ ചെയ്യാൻ പറ്റുന്നു. അതേസമയത്ത് ഒരു മധ്യവയസ്കരെ സംബന്ധിച്ചിടത്തോളം മിഡ് ഏജിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30-40% ഇക്വിറ്റിയിലും 30-40% ഡെപ്റ്റിലും അതോടൊപ്പം തന്നെ ഗോൾഡിൽ 10-20% കൺസിഡർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. റിട്ടയർമെന്റിന് ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് ഇക്വിറ്റിയിലെ എക്സ്പോഷർ കുറക്കാൻ നോക്കുക. കാര്യം റിസ്ക് കുറക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചില ഒരു 10-30% യൂസ് ചെയ്യുക. ഡെപ്റ്റിലാണെങ്കിൽ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക. 40-70% ഡെപ്റ്റിലും ഗോൾഡിലും 10% കൊടുക്കുക. ഇത് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ്സ് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സും ഒരിക്കൽ കൂടിയെങ്കിലും റീബാലൻസ് ചെയ്ത് നോക്കുക, വർഷത്തിലൊരിക്കൽ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാൻ കൂടുതൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തെല്ലാം നമ്മളുടെ എയിം അനുസരിച്ചാൽ നമുക്ക് ആ ഒരു ഫണ്ടിലൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇത്ര 4 പോയിന്റ്സും നമുക്ക് ഉപകാരപ്പെട്ടിട്ടെന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഏവർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.